വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മോടൊരു കാര്യം പറയുന്നുണ്ട്. സാത്താൻ ക്രമമായിട്ടുള്ള എല്ലാത്തിനെയും ക്രമം ഇല്ലാത്തതാക്കി തീർക്കുന്നു. അതായത് പാപം ചെയ്യുവാനായിട്ട് എന്തെന്നില്ലാത്ത ധൈര്യം മനുഷ്യന്റെ മനസ്സുകളിലേക്ക് സാത്താൻ നൽകുന്നുണ്ട്. എന്നാൽ ചെയ്തുപോയ ആ പാപത്തെക്കുറിച്ചോർത്ത് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധിയിലേക്ക് നടന്നു വരുവാനായിട്ട് മനുഷ്യനെ അവൻ പിന്തിരിപ്പിക്കുന്നു. വല്ലാത്തൊരു നാണക്കേട്, പാപം ഏറ്റുപറയാനായിട്ടുള്ള വല്ലാത്തൊരു നാണക്കേട് അവന്റെ മനസ്സിൽ പാകിക്കൊണ്ടാണ് സാത്താൻ അവനെ പശ്ചാത്താപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. നിനവെ നിവാസികൾ അനുതപിച്ച് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് യോനാ പ്രവാചകന്റെ വാക്കുകൾ കേട്ടിട്ടാണ് എന്ന് നമുക്കറിയാം. അവർ ധൈര്യത്തോടുകൂടെയാണ് ആ പാപത്തിൽ നിന്ന് പിന്മാറിയത്. ആ ധൈര്യം നാം പലപ്പോഴും കാണിക്കാറില്ല. വിജാതിയർ ആയിരുന്നിട്ടുകൂടി അവർ യോനാ പ്രവാചകന്റെ വാക്കുകൾ കേട്ട് ധൈര്യപൂർവം ആ പാപത്തിൽ നിന്ന് പിന്മാറി. വെളിച്ചത്തിന്റെ ഒരു കണിക മാത്രമായിരുന്നു യോനാ പ്രവാചകൻ. എന്നാൽ വെളിച്ചം തന്നെയായ ക്രിസ്തുനാഥൻ ഇവിടെ വരുന്നു. യേശുനാഥന്റെ പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള ആഹ്വാനം നിരസിക്കുന്ന യഹൂദ ജനതയെ നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വെളിച്ചമായിട്ടുള്ള ക്രിസ്തു പൂർണ്ണമായിട്ടുള്ള വെളിപ്പെടുത്തൽ, ദ ഫുൾ റെവലേഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന് പൂർണ്ണമായിട്ടുള്ള വെളിപാട് നമുക്ക് ലഭ്യമാണ്. കൂദാശകളുണ്ട്, വചനമുണ്ട്, യേശുവിൻ്റെ തന്നെ ശരീരവും രക്തവും നമുക്കുണ്ട്. എന്നാൽ ആ വചനം തന്നെ, ആ പൂർണ്ണ വെളിച്ചം തന്നെ നമുക്കുണ്ടായിട്ടും ആ പാപത്തിൽ നിന്ന് പിന്തിരിയാനായിട്ടുള്ള ഒരു വല്ലാത്തൊരു നാണക്കേട് നമ്മുടെ മനസ്സിൽ പലപ്പോഴും കടന്നുകൂടാറുണ്ട്. അതിൻ്റെ ആ നാണക്കേടിൻ്റെ വിത്ത് സാത്താൻ നമ്മിൽ വിതച്ചിട്ടുണ്ട്. അതിനെയെല്ലാം ദൂരെ അകറ്റിക്കൊണ്ട് ധൈര്യപൂർവം നിനവെ നിവാസികളെ പോലെ നമുക്ക് ആ രക്ഷയിലേക്ക്, വെളിച്ചത്തിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ധൈര്യം കാണിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ അഗസ്തിനോസ് പറയുന്നുണ്ട്, ദൈവം നമുക്ക് പാപമോചനം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് നാം അനുദപിക്കുമ്പോൾ. എന്നാൽ ദൈവം വാഗ്ദാനം ചെയ്യാത്തൊരു കാര്യമുണ്ട്. അതായത് മറ്റൊരു നാളെ. നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ, നീട്ടിവയ്ക്കലുണ്ട്. പല കാര്യങ്ങളും നാം നീട്ടിവയ്ക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കുമ്പസാരം നാം നീട്ടിവയ്ക്കാറുണ്ട്. ആ പ്രോക്രാസ്റ്റിനേഷന് മറ്റൊരു നാളെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നില്ല. കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത് അത് പാപമോചനമാണ്, അനുദപിക്കുന്നവർക്ക് വേണ്ടി. ഇത് സൂചിപ്പിക്കുന്നത് നിനവെ നിവാസികൾ അനുദപിച്ചത് ഉടനെ തന്നെയാണ്. ആ അനുതാപത്തിൻ്റെ അർജൻസി, അതിൻ്റെ ഏറ്റവും പെട്ടെന്നുള്ള ആവശ്യകത ഈ വാക്കുകളിൽ നമുക്ക് വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമുക്ക് എല്ലാ നാണക്കേടുകളും അകറ്റിക്കൊണ്ട് പൂർണ്ണ അനുതാപത്തിലേക്ക് വന്നുകൊണ്ട് യേശു നൽകുന്ന പാപമോചനം സ്വീകരിച്ച് രക്ഷയിലേക്ക് നടന്നെടുക്കാം.